ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. എല്ലാവർക്കും താങ്ങാവുന്ന ചികിത്സയും തദ്ദേശീയമായ ചികിത്സാ രീതികളും പ്രോത്സാഹിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും കാലോചിതമായി പരിഷ്കരിക്കുന്നത് തുടരുമെന്ന് മന്ത്രി എം പി രാജേഷ്. ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് നാളെ കൊച്ചിയിൽ തുടക്കം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 229 റൺസ് വിജയലക്ഷ്യം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ കേരളത്തിനെതിരെ ശക്തമായ നിലയിൽ ഗുജറാത്ത്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ വളരെയേറെ പരിഗണന നൽകുന്നതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രധാൻമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം നിർമ്മിച്ച പുതിയ മന്ദിരം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും താങ്ങാവുന്ന ചികിത്സയും തദ്ദേശീയമായ ചികിത്സാ രീതികളും പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാരിന്റെ നയമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കൽ തടസ്സമല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ബയോ മാനുഫാക്ചറിംഗ് മേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതിയിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സുപ്രധാന പങ്ക് വഹിക്കുന്നതായും ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഇതിനായി 812 കോടി അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. അടുത്തയാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും. 62 ലക്ഷത്തോളം പേർക്ക് 1600 രൂപ വീതമാണ് ലഭിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും കാലോചിതമായി പരിഷ്കരിക്കുന്നത് തുടരുമെന്ന് മന്ത്രി എം പി രാജേഷ്. കെട്ടിട നിർമ്മാണ ചട്ടത്തിലുൾപ്പെടെ ജനോപകാരപ്രദമായ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നതായും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിയമവിധേയമായ ഏത് സംരംഭത്തിനും പഞ്ചായത്തുകളിൽ നിന്നും ലൈസൻസ് ലഭിക്കുന്നതിന് വ്യവസ്ഥ കൊണ്ടുവരും. ഇതിനായി ഫാക്ടറികൾ പോലെയുള്ള സംരംഭങ്ങളെ കാറ്റഗറി 1 വിഭാഗമായും വാണിജ്യ വ്യാപാര സേവന സംരംഭങ്ങളെ കാറ്റഗറി 2 വിഭാഗമായും തിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായ മേഖലയിൽ കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ മതിയാവും. വ്യവസായ മേഖലയിൽ അല്ലാത്ത കാറ്റഗറി 1 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം. പക്ഷേ ഒരനുമതിയും പഞ്ചായത്തുകൾ നിഷേധിക്കാൻ പാടില്ല. ആവശ്യമാണെങ്കിൽ നിബന്ധന നിർദ്ദേശിച്ചുകൊണ്ട് അനുമതി നൽകാം. സംരംഭത്തിന് ഒരിക്കൽ വാങ്ങിയ അനുമതി സംരംഭകൻ മാറുമ്പോൾ സംരംഭകത്വത്തിൽ മാറ്റമില്ലെങ്കിൽ ആ അനുമതി കൈമാറാം. സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഒരു ലൈസൻസ് അന്ന് തന്നെ പുതുക്കാൻ കഴിയുന്ന തരത്തിൽ മാറ്റം വരുത്തും. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന കരട് നിയമങ്ങളാണ് യുജിസി മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന ഏകാഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷനിൽ ഉയർന്നതായി മന്ത്രി ആർ ബിന്ദു. കൺവെൻഷൻ സമാപന ചടങ്ങിനെ തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരോടൊപ്പം തിരുവനന്തപുരത്ത് സംയുക്ത വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. തെലങ്കാന ഉപമുഖ്യമന്ത്രി ഭട്ടി വിക്രമാർഗ മല്ലു, കർണാടക തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ പഠനോത്സവം 2025ന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി വളർന്നതിന്റെ ജനകീയ വിലയിരുത്തലാണ് പഠനോത്സവമെന്നും മന്ത്രി പറഞ്ഞു. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് നാളെ കൊച്ചിയിൽ തുടക്കമാകും. 2 ദിവസത്തെ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, ജയന്ത് ചൌധരി എന്നിവർ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. മന്ത്രി പി രാജീവ് ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, നോർക്ക റൂട്ട്സ് ചെയർമാൻ എം എ യൂസഫ് അലി, വിദേശ പ്രതിനിധികൾ തുടങ്ങി 3000-ഓളം പേർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. തിരുവനന്തപുരം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 24-ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം, കരിംകുളം, പൂവച്ചൽ, പാങ്ങോട് ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡുകൾ എന്നിവ അടക്കം സംസ്ഥാനത്തെ 30 തദ്ദേശ വാർഡുകളിലാണ് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. OTT കണ്ടന്റുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശവുമായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. രാജ്യത്തെ നിയമങ്ങളും പ്രായസംബന്ധമായ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കണമെന്ന് OTT പ്ലാറ്റ്ഫോമുകൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. സഭ്യതരമായ അശ്ലീല കണ്ടന്റ് പ്രദർശിപ്പിക്കുന്നതായി എംപിമാർ ഉൾപ്പെടെ പരാതിപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പാലക്കാട് എലപ്പുള്ളിയിൽ ഒരു കാരണവശാലും ബ്രൂവറി ആരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും തീരുമാനം LDFലെ മറ്റ് ഘടകകക്ഷികളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPI, RJD തുടങ്ങിയ LDF ഘടകകക്ഷികൾ ഡിസ്റ്റിലറിക്ക് എതിരായ മുൻ അഭിപ്രായം തിരുത്തിയത് നിലപാടില്ലായ്മയാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പാലക്കാടിന്റെ പരിസ്ഥിതി തകർക്കുന്ന ഒരു പദ്ധതിയും BJP അനുവദിക്കില്ലെന്ന് ബ്രൂവറി വിഷയത്തിൽ BJP ജില്ലാ നേതൃത്വം നടത്തുന്ന സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബ്രൂവറിക്ക് വേണ്ടി ഭൂഗർഭജലം ഊറ്റില്ലെന്ന MP രാജേഷിന്റെ പ്രസ്താവന വെറും വാക്കാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാന ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഭാഗമായ മഹാസംഗമത്തിൽ നൂറുകണക്കിന് ആശാ വർക്കർമാർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരന്നു. ആശാ വർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക ഉൾപ്പെടെ മറ്റ് ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാതെ 11 ദിവസമായി തുടരുന്ന സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ആശാ വർക്കർമാരുടെ നിലപാട്. മതവിദ്വേഷ പരാമർശം ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കണമെന്ന് വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് മുൻ MLA PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെ ഹൈക്കോടതി. പരമാവധി 3 വർഷം വരെ തടവാണ് നിലവിലെ ശിക്ഷയെന്നും ഇതിനേക്കാൾ വർദ്ധിച്ച ശിക്ഷ ഇതിൽ നൽകേണ്ടതാണെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വാക്കാൽ പരാമർശം നടത്തി. ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. വയനാട് തലപ്പുഴയിലെ കടുവാ സാന്നിധ്യത്തെ തുടർന്ന് വിപുലമായ പരിശോധനയുമായി വനം വകുപ്പ്. 3 സംഘങ്ങളായി കമ്പിപ്പാലം, ജോൺസൺ കുന്ന്, കരിമാനി എന്നിവിടങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന ആരംഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് തലപ്പുഴ 43 മൈൽ കടുവയെ കണ്ടത്. വനമേഖലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ നടത്തിയ പരിശോധനയിൽ കടുവയുടെ ദൃശ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇന്ന് രാവിലെ മുതൽ പേര് റേഞ്ചിൽ ഉൾപ്പെടുന്ന ജോൺസൺ കുന്ന്, കമ്പിപ്പാലം, കരിമാനി എന്നിവിടങ്ങളിൽ വിപുലമായ രീതിയിൽ വനംവകുപ്പ് പരിശോധന നടത്തി. 8 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് പ്രദേശത്തെത്തിയെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും പ്രദേശത്ത് ഒന്നിലധികം കടുവകൾ ഉള്ളതായി സൂചനയുണ്ടെന്നും നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താമരവെള്ളച്ചാൽ ഊരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു മന്ത്രി കെ രാജൻ കൈമാറി. 5 ലക്ഷം രൂപയാണ് നൽകിയത്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായും 1 ലക്ഷം രൂപ ഇൻഷുറൻസായും നൽകാനാണ് തീരുമാനം. സ്വകാര്യ ബസ് പെർമിറ്റിനായി മദ്യവും കൈക്കൂലിയും വാങ്ങുന്നതിനിടെ അറസ്റ്റിലായ എറണാകുളം RTO ജേഴ്സണിന്റെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ 60,000-ലധികം രൂപയും മദ്യക്കുപ്പികളും കണ്ടെടുത്തതായി വിജിലൻസ് അറിയിച്ചു. സ്വത്തുക്കളും നിക്ഷേപങ്ങളും സംബന്ധിച്ച രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ RTOയെ കൂടാതെ സജി, രാമപടിയാർ എന്നീ ഇടനിലക്കാരും അറസ്റ്റിലായിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 229 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 49.4 ഓവറിൽ 228 റൺസിന് പുറത്തായി. ദുബായ് സ്റ്റേഡിയത്തിലാണ് മത്സരം പുരോഗമിക്കുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ 3ാം ദിവസം കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ ഗുജറാത്ത് 1ാം ഇന്നിംഗ്സിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എന്ന നിലയിൽ. കേരളം 457 റൺസാണ് 1ാം ഇന്നിംഗ്സിൽ നേടിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 203 പോയിന്റ് നഷ്ടത്തിൽ 75,736ലും നിഫ്റ്റി 20 പോയിന്റ് നഷ്ടത്തിൽ 22,913ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാവർക്കും താങ്ങാവുന്ന ചികിത്സയും തദ്ദേശീയമായ ചികിത്സാ രീതികളും പ്രോത്സാഹിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും കാലോചിതമായി പരിഷ്കരിക്കുന്നത് തുടരുമെന്ന് മന്ത്രി MB രാജേഷ്. ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് നാളെ കൊച്ചിയിൽ തുടക്കം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 229 റൺസ് വിജയലക്ഷ്യം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ കേരളത്തിനെതിരെ ശക്തമായ നിലയിൽ ഗുജറാത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.